Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യമേ ജാമ്യം എടുത്തോട്ടെ, സോറി, നോൺ വെജാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നോൺ വെജ് ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനാണ് ചെയ്യുന്നത്. എപ്പോഴും ചിക്കൻ ഫ്രൈ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് അല്ലേ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഒരു വീക്ക്നെസ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എങ്ങനെ, മസാലയൊക്കെ പുരട്ടി വെച്ച് അത് നമ്മൾ സാധാ എണ്ണയിൽ വറുത്തെടുക്കും, ചിലർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതെന്ന് ഒരു വ്യത്യാസമായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതല്ല, ഇത് ഒരു അന്യ നാട്ടിൽ ചെയ്യുന്ന ഒരു ഡിഷാണ്. പക്ഷേ അത് ഫ്രൈ ആയിട്ട് കൂട്ടാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ കഴിക്കുന്ന പോലത്തെ ഒരു ഡീപ് ഫ്രൈ ആയിട്ട് എടുക്കുന്ന ഒരു കറിയേ അല്ല ഇത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പൈസി ചിക്കൻ ഫ്രൈയാണ് ഇത്. പക്ഷേ ഒരു ഗ്രേവി കണ്ടൻറ്റ്, ഗ്രേവി പോലെ വരുമോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് അതാണ്. പക്ഷേ ഫ്ലേവർ നമ്മുടെ ചിക്കൻ ഫ്രൈ പോലെ അല്ല, കുറച്ച് ഡിഫറെൻറ്റാണ്. ഇതൊരു ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് അരയ്ക്കേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അരയ്ക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്നാന്ന് അറിഞ്ഞേച്ചല്ലേ നമ്മൾ അരയ്ക്കുന്നേ. അപ്പം അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം നമ്മൾ പേടിക്കണ്ട. ഓപ്ഷൻസ് ഞാൻ തരാം. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കും. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് അവരുടെ ഫ്ലേവർ, ഇതൊരു നോർത്ത് ഫ്ലേവറാണ്. നോർത്ത് ഇന്ത്യൻസും ശരിക്കും കൂടിപ്പോയാൽ നമ്മൾ ചിക്കൻ ഫ്രൈ കഴിക്കുന്നത് നമ്മൾ 65 ഒക്കെ ഇല്ലേ, അന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് ചിക്കൻ 65 അല്ല, ചിക്കൻ ഫ്രൈയും അല്ല. എന്നാൽ പിന്നെ ഇത് എന്നതാണെന്നല്ലേ, അത് കണ്ടാലല്ലേ അറിയാനൊക്കത്തുള്ളൂ, ഉണ്ടാക്കിയാലല്ലേ അറിയാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനോടുള്ള പ്രൊസീജിയേഴ്സ് എന്നാന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്നാന്ന് നോക്കാം. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈക്ക് ഞാൻ എടുത്തേക്കുന്നത് ലെഗ് പീസസാണ്. ഇങ്ങനെ തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല, നിയമമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് അതറിയത്തില്ല എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഞാനൊരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് നമ്മൾ ചിക്കൻ കറിക്കാണെങ്കിലും ഫ്രൈക്കാണെങ്കിലും ചില്ലി ചിക്കൻ ആണെങ്കിലും ചിക്കൻ 65 ആണെങ്കിലും ഈവൻ ഒലത്താണെങ്കിലും എന്നതാണേലും, ബീഫാണേലും മട്ടൺ ആണേലും ഏത് മീറ്റ് എടുക്കുവാണേലും ഏറ്റവും കുഞ്ഞു കഷ്ണം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈവൻ ബിരിയാണിക്ക് പോലും എൻ്റെ അഭിപ്രായം കുഞ്ഞു കഷ്ണം നല്ല. കാര്യം ഉപ്പും എരിവും പുളിയും മസാലയൊക്കെ പിടിക്കാൻ ഇച്ചിരി എളുപ്പം അത് തന്നെയാണ്. എൻ്റെ അഭിപ്രായം, എല്ലാവരുടെയും അഭിപ്രായമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് കുറച്ച് കാഷ്യൂ ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു 1/2 കപ്പോളം വേണം. ഞാൻ എൻ്റെ ഉള്ളതെല്ലാം എടുത്തു. ഇനിയിപ്പോൾ അത് ഇച്ചിരി ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ടേച്ചാലും മതി, ഞാൻ നിർബന്ധം പറയുകയില്ല. പിന്നെ വേണ്ടത് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, അതായത് നമ്മൾ ബിരിയാണിക്ക് വറുത്ത് വെക്കല്ലേ. ഇപ്പം ഇത്രയും കാലെടുക്കുമ്പോൾ ഇതൊരു 6-7 കഷ്ണമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഉള്ളി വറുത്തതാണ് വേണ്ടിയത്. നെക്സ്റ്റ് വേണ്ടത് കുറച്ച് ഏലക്കയുടെ പൊടിയാണ്. ഇത് നമ്മുടെ ജാതിക്കായില്ലേ, ജാതിക്കയുടെ പൊടിയാണ്. എരിവ് ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തേക്കുന്നത്. ഇതൊരു 12 എണ്ണം വരും. വലിയ എരിവ് കാണത്തില്ല. ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, 50-50 ബേസിസ്. അപ്പോൾ ഒരു 6 കാശ്മീരി, ഒരു 6 സാദാ മുളക് എടുത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റാണ്. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇച്ചിരി നാരങ്ങാ നീര്, പിന്നെ ഉപ്പ് വേണം. പിന്നെ നെക്സ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ നമ്മളിത് വറക്കുന്നത് ഡീപ് ഫ്രൈ അല്ല, അപ്പോൾ കുറച്ച് എണ്ണയും വേണം, അറ്റ് ദ സെയിം ടൈം കുറച്ച് ബട്ടറും വേണം. പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം വേണം. ഇപ്പം ഇത് ഇച്ചിരി ഒരു കഷ്ണം പട്ട മതി. ഗ്രാമ്പു, എൻ്റെ കയ്യിൽ അബദ്ധം പറ്റിയെന്നാന്ന് വെച്ചാൽ കുറച്ച് പെപ്പർ കോൺസ് ആണ് വേണ്ടിയത്. ഞാൻ അത് ഓർക്കാതെ പൊടിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, നമ്മുടെ മസാലയുടെ കൂടെ ചേർക്കത്തേ ഉള്ളേ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തൈര, പുളിയില്ലാത്ത ഇച്ചിരി കട്ട തൈരാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല നമ്മൾ ഒഴിച്ച് വെച്ച് കിട്ടുവാണെങ്കിൽ അങ്ങനെ ആയാലും മതി, പക്ഷെ പുളി അധികം വേണ്ട. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് ഏത് ഇലയാണെന്നറിയാവോ, പുതിനായും ഉണ്ട്, മല്ലിയിലയുണ്ട്. ഇത് കുറച്ച് 2 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാ, റോ, അതിനെ വറുത്തിട്ടുമില്ല വാട്ടിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വേണ്ടത് കുറച്ച് കസൂരി മേത്തി. ഇത്രയും സാധനം വേണം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കണം. അതാദ്യം അരച്ച് പേസ്റ്റ് ആക്കുകയല്ല ചെയ്യുന്നത്, കുറച്ച് കോഴ്സ്ലി നമ്മൾ അരയ്ക്കുക എന്ന് പറയല്ലേ, ചതച്ചെടുക്കുക. ചതച്ചെടുക്കലല്ല, അരയും ചെയ്യരുത് എന്നാൽ ചതച്ചെടുക്കുകയല്ല, ആ ഒരു പരുവല്ലേ, അതായിട്ട് ചെയ്യണം. അതിന് ഫസ്റ്റ് ഞാൻ വേണ്ടിയ സാധനം, അപ്പോൾ ഇതിനകത്ത് എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് കാഷ്യൂ, പിന്നെ വേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി. ഇത് കുഞ്ഞ് മിക്സി ആയതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി ഇങ്ങനെ പൊടിച്ചെടുക്കാം.
ഏലക്കാപ്പൊടി ഒരിച്ചിരി ഇടുക, കുറച്ച് ജാതിക്കാപ്പൊടി ഇടുക. ഇച്ചിരി മതി ജാതിക്ക, ഒരുപാട് വേണ്ട. ഇനി ചെയ്യാൻ പോകുന്ന ബാക്കി വറ്റൽമുളകില്ലേ, അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇഞ്ചിയുടേത്, കുറച്ച് നാരങ്ങാ നീര്, എന്നിട്ട് ഇച്ചിരി ഉപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയായിപ്പോയി, അതുകൊണ്ട് മസാലയുടെ കൂടെ ചേർക്കാന്നേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇനി സ്പൈസ് കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കാശ്മീരി മുളകാക്കാവേ. ഇത് കുറച്ച് സ്പൈസിയാണ്, അത്രയല്ല, ഞാൻ കാശ്മീരി ചേർക്കുന്നതുകൊണ്ട് അത്രയും സ്പൈസിയും അല്ല. ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് ഒന്ന് കത്തിച്ച് വെച്ച് അതിന് വേണ്ടിയ ഈ ചിക്കൻ ഫ്രൈ ആക്ച്വലി ഒത്തിരി എളുപ്പമാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഡ്രൈ അല്ല, കുറച്ച് ഗ്രേവിയോടുകൂടി ഉള്ളതാണെന്ന് ചോദിച്ചാൽ ആന്നു. സ്റ്റാർട്ടർ ആക്കണമെന്ന് വെച്ചാൽ ആക്കാം, പക്ഷേ ഒരു തിക്ക് ഗ്രേവിയോടുകൂടി ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ചിക്കൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈയേ അല്ല. പക്ഷേ അതൊരു ചിക്കൻ ഫ്രൈയുടെ കാറ്റഗറിയിലേക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളത് അതിനെ ആക്കണം, എന്നാലേ അതൊരു ഫ്രൈ അങ്ങനെ ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ, അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ, കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഇടണേ. കംപ്ലീറ്റ് ആയിട്ട് എണ്ണ ഒഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, ബട്ടർ ഇടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വെച്ച് നോക്കിയപ്പോൾ 50-50 ഇടുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട, പിന്നെ 2-3 ഗ്രാമ്പു, കുരുമുളക് ഇടേണ്ടത് ഈ സമയത്താണ് കുരുമുളക് ഇടണ്ടേ. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ മസാലയിൽ കുരുമുളക് ഇട്ടത്, കുരുമുളക് പൊടി ഇട്ടത്. ഇതൊരു ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തോട്ടിടാം. ചിക്കനകത്ത് നിന്ന് വെള്ളം നല്ലതായിട്ട് ഊറും. അപ്പം എന്നാന്ന് വെച്ചാൽ മസാല നല്ലതായിട്ട് ചിക്കനിലോട്ട് കോട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കും. ഇതൊരു ഹാഫ് വെന്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ മസാല ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൂട്ടി ആയിക്കോട്ടെ. അത് മാത്രമല്ല ഹൈ ഫ്ലെയിമേലേ വെക്കണം. അച്ഛാ മസാല ഒരു പച്ചച്ചോവ ഉണ്ടാവുമല്ലോ. ഉപ്പിട്ടിട്ടുണ്ട് മസാല. ഇനിയെല്ലാം ആ ചിക്കൻ ഒരു ഹാഫ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി നോക്കിയാൽ മതി. ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഒരു മാരിനേഷൻ ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പുളി ഇല്ലാത്തൊരു തൈര് വേണം. അത് കഴിഞ്ഞാൽ അതിനകത്തോട്ടാണ് നമ്മൾ ഈ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നത്. ആ സമയം കൊണ്ട് ചിക്കൻ ഒരു ഹാഫ് വേവ് മതി, അല്ലെങ്കിൽ ഒരു 1/4 വേവ് മിനിമം. ബാക്കി ഇതിനകത്ത് കിടന്ന് വേണം നമ്മളത് വേവാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചേർക്കാനുള്ളത് തൈര. ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പോളം തൈര് എടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി,
എരിവ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. കാര്യം നമ്മൾ നേരത്തെ മുളക് പൊടി അരച്ചതാ, മുളക് അരച്ചതാ. പിന്നെ ഒരു ഇച്ചിരി മല്ലിയില, പുതിന ഇല. ഇതിനകത്തോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ ഇടും. ചെറിയ തീ ആന്നേലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനെ ഒന്ന് ഇടയ്ക്ക് ഇളക്കുന്നത് നല്ലതാ. സാധാരണ നമ്മൾ ചിക്കന് മസാലയെല്ലാം പുരട്ടി വെച്ചേച്ച് അടച്ചു വെക്കുമ്പോഴത്തേക്ക് വെള്ളം ഊറും. പക്ഷേ ഈ ചിക്കൻ എന്നാ ഊറാത്തതെന്നുള്ളത് എനിക്കും അറിയാൻ മേല, ചിക്കനും അറിയാൻ മേല. പക്ഷെ നമുക്കത് വിഷയമല്ല. ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇനിയിപ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഊറാൻ വലിയ താമസമൊന്നുമില്ല. ഇത് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച ഒന്ന് അടച്ചിടുക. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചിക്കൻ ഒരു ഹാഫ് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാരിനേഷൻ ചേർക്കാനൊക്കത്തുള്ളൂ. ഇതിനകത്ത് കുഴഞ്ഞങ്ങ് ഗ്രേവി പോലെ ആയി കഴിഞ്ഞാൽ ചിക്കൻ കറി പോലെ ആയി പോകും. പക്ഷെ അങ്ങനെയല്ല ടേസ്റ്റ്. ഇപ്പം നമ്മുടെ കൺഫ്യൂഷൻ എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒരു ഹാഫ് വേവ് ആവണം, എന്നാലേ ഇത് ചേർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനിൽ നിന്ന് ഇച്ചിരി അതിൻ്റെ ദശ അങ്ങ് വിട്ടു വരുക. നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരച്ചല്ല, മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചറില്ലേ, ഇനി ഇതിനകത്തോട്ട് ചേർക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ തൈരിൻ്റെ ഒരു പച്ചച്ചൊവ, ഒരു ആ ഉള്ളിയുടെ ഒരു പച്ചച്ചൊവ പാടില്ല, എന്നാൽ ക്രഞ്ചിനെസ് പോവാനും പാടില്ല, ഉള്ളി വേകാനും പാടില്ല. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇത് ആക്കി എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഇതിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്തുവാ ഒരു ചിക്കൻ ഗ്രേവി ആണോ പെരട്ടാന്നോ, ഇത് എന്ത് ടൈപ്പ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഈ കറി ഇങ്ങനെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ തിക്ക് ഗ്രേവി ആക്കി എടുക്കുകയും ചെയ്യരുത്. എന്നാൽ ചിക്കനകത്ത് ഈ ഗ്രേവി കംപ്ലീറ്റ് കോട്ടഡ് ആയിരിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ എന്ന് ഞാൻ ആദ്യം പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളെല്ലാവരും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഫ്രൈൻ്റെ ആകൃതിയിലേക്ക് പോകും. പക്ഷെ അങ്ങനെ പോകുന്ന ഒരു ഫ്രൈ അല്ല, ഇതൊരു ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതൊരു ഹാഫ് വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ചേർക്കാൻ പോവാ. നമ്മൾ നേരത്തെ ഉള്ളിയും എല്ലാം ചേർത്തില്ലേ, തൈര്, ചിക്കൻ്റെ ഇനി ബാക്കി വേവ് ആക്ച്വലി അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ അടച്ചിട്ട് വേവിക്കണ്ട. ഈ ബാക്കി വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റി കിട്ടുമ്പോൾ ഈ ഉള്ളിയുടെ ക്രഞ്ചിനെസ് പോകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രൈയിലേക്ക് ഇത് മാറി കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾ നോക്കുമ്പോൾ ഒരു കറി പോലെ അല്ലെങ്കിൽ ഒരു പെരട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അതിനെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ്, അതെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കസൂരി മേത്തി. ഇത് മല്ലിയിലയും പുതിനയിലയാ, അതിൻ്റെ ഫ്ലേവറും കൂടെ ഒന്ന് വന്നോട്ടെ. പറയുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇച്ചിരി ഒരു മെനക്കെട്ട പണി ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പെട്ടെന്നാവാനേ ഉള്ളൂ. എന്നാൽ കറിയായിട്ട് എടുക്കേണ്ടവർക്ക് കറിയായിട്ടും എടുക്കാം, ഫ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. 2 in 1 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കറിയാണ്, അതിൻ്റെ പച്ചച്ചോവയെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ കറിയായിട്ടോ പെരട്ടായിട്ടോ എടുക്കാം. പക്ഷേ കുറച്ചുകൂടെ വറ്റിച്ചൊന്ന് പെരട്ടി എടുക്കുകയാണെങ്കിൽ അവരുടെ ഭാഷയിൽ അവർ പറയുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്, അതായത് അവരുടെ ഒരു ഡിഷാണിത്. കാര്യം ഈ ചിക്കൻ ആദ്യം നമ്മൾ ഇടുമ്പം വറുത്ത് ഒരു മുരിഞ്ഞ് വരുന്ന ഒരു പരുവേ ഉള്ളൂ ഇതിൻ്റെ ഫ്രൈ എന്ന് പറയുന്നത്. ബാക്കി കറിയുടെ കൂടെ ചേർന്ന മസാലയെല്ലാം ചേർന്ന് വരുന്ന ഒരു ഫ്രൈ ആണിത്. ഇത് എന്തുകൊണ്ട് അവർ ആ ചിക്കൻ ഫ്രൈ എന്ന് പേരിട്ടെന്നറിയില്ല.